എന്താ നവീൻ? ഏയ് ഒന്നുമില്ല. ഞാൻ കരുതിയത് കുറച്ചുകൂടി സിമ്പിളായിട്ടൊരു കാർഡായിരിക്കും ഗാഥ സെലക്ട് ചെയ്യുന്നത്. നവീൻ, എന്റെ മോള് പല കാര്യങ്ങളും തിരഞ്ഞെടുക്കുന്നത് എന്റെ അന്തസ്സൂടെ മാനിച്ചിട്ടാണ്. ഗാഥമോള് തിരഞ്ഞെടുത്തിരിക്കുന്നത് അവളുടെ മമ്മിയുടെ പ്രൗഢി കാക്കുന്ന കാർഡ് തന്നെയാണ്. ഓക്കെ. നവീൻ ഫോട്ടോ അയച്ചിട്ടുണ്ട്. എന്താ നവീൻ? ഫോട്ടോയുടെ കാര്യത്തിലും കുറച്ച് സിംപ്ലിസിറ്റി ഞാൻ പ്രതീക്ഷിച്ചു. എന്താ നവീൻ ഇത്? നമ്മുടെ വെഡിങ് കാർഡ് എന്നത്തേക്കും ഓർമ്മപ്പെടേണ്ട ഒന്നല്ലേ? അതില് ഞാനും നവീനും ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ ഇരിക്കണ്ടേ? ശരിയാണ് സാറേ. അല്ലെങ്കിലും രണ്ടുപേരും രണ്ട് വ്യക്തികളല്ലേ? അപ്പോ ടേസ്റ്റുകളുടെ കാര്യത്തിലും വ്യത്യാസം വരുമല്ലോ. ഓക്കെ, ഇത് ഇന്ന് തന്നെ പ്രിന്റ് ചെയ്യാൻ കൊടുക്കണം. ഓക്കെ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഗാഥ ശരി. ഓക്കെ ശരി മാം. ശരി ശരി. ഇതാ കുഴപ്പം. അവളോട് സ്ഥിരമായിട്ട് ഇവിടെ താമസിക്കാൻ പറഞ്ഞാൽ കേക്കില്ല. ആ മൈലാഞ്ചിയുടെ കാര്യം നവീൻ ചോദിച്ചപ്പോ പെട്ടെന്ന് ഉത്തരം മുട്ടിപ്പോയി. അതിപ്പോ എല്ലാവരും കൂടി അഡ്ജസ്റ്റ് ചെയ്തല്ലോ. നവീന് ഒരു സംശയം തോന്നിക്കാണില്ല. സിനി, വെഡിങ് കാർഡില് വെക്കാനായിട്ട് ഗാഥമോളുടെ ഫോട്ടോ കൊടുത്തില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? വാട്ട് മമ്മി? പോയി മമ്മിക്ക് അന്ധവിശ്വാസം മാത്രമായോ? എന്റെ ഫോട്ടോ വെഡിങ് കാർഡിൽ വെച്ചാലും ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഈ സർപ്പങ്ങള് വെഡിങ് കാർഡ് നോക്കാനും വായിക്കാനൊന്നും നിൽക്കുന്നില്ലല്ലോ. വെഡിങ് കാർഡില് നവീന്റെ ഒപ്പം എന്റെ ഫോട്ടോ മതി. അതാ എനിക്കിഷ്ടം. സിനി, അടുത്ത ദിവസം കളരിക്കൽ നിന്ന് ആൾക്കാർ വരുമ്പോ ചടങ്ങിന് കൃഷ്ണ തന്നെ ഇവിടെ ഉണ്ടാവണം. അവളെ വിളിച്ച് പറഞ്ഞേക്ക്. എനിക്ക് വയ്യ ഇങ്ങനെ ടെൻഷൻ അടിക്കാനായിട്ട്.